ഫുൾ ഫ്ലോപ്പ്. ചെല്ലങ്ങോട്ട് ഇതായിരിക്കുന്നേ അതുകൊണ്ടങ്ങനെ മാറിപ്പോയിരിക്കണി. ഇതെങ്ങനെ മെഴുകുതിരിയും കൊണ്ടാന്നോ? അടിയിൽ ഇതെടുത്തോണ്ട് വാ, ഇത് കത്തിക്ക്. ലൈറ്റ് ഇട് കൊടുത്തേ, ലൈറ്റ് ഇട്. ചെറുക്കനെ ഞങ്ങള് പ്ലാൻ ചെയ്തോടെ നിർത്തിയതാ വരുമ്പോ പൊട്ടിക്കാൻ. വന്നും കഴിഞ്ഞ് 4 മണിക്കൂറും കഴിഞ്ഞു ഇതുവരെ പൊട്ടിയിട്ടില്ല. പോപ്പിക്കുട്ടി പേടിച്ച് അവിടെ വാ ശ്രീക്കുട്ടി. ഇത് ഞങ്ങളുടെ എത്ര നേരത്തെ പ്ലാനിങ് ആയിരുന്നറിയാമോ? ഇത് ഇതിവിടെ പിടിച്ചോ, ഇതിവിടെ പിടിക്കുക. ഞാനിപ്പ വരാം. ഇതിവിടെ പിടിക്കുക, ഞാൻ ഇപ്പൊ വരാം. അമ്മ ഇങ്ങോട്ട് നേരെ നിന്നേ. എടി കേക്ക് മുറിക്കുന്നത് അത്രയും കത്തി ഉണ്ടായിരുന്നില്ല അതിന്റെ കൂടെ തന്നെ. ചുമ്മാ അല്ല, ഞാനിത് കാണാൻ പോയിട്ട് ഇവിടെ സമ്മതിക്കാന്. ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഉണ്ട്. പിച്ചാത്തി എന്ത് ചെയ്യും? അവിടെ അയ്യോ അമ്മമ്മ ഇങ്ങോട്ട് വന്നേ, അമ്മ ഞെട്ടി വരുന്നുണ്ട്. അതാ വിളിക്കാൻ പോയത്. എടി കത്തി കൊണ്ടുപോടി. മുറിച്ചോ. നീ അച്ഛൻ്റെ ഒരു ഷർട്ടിലാ പറഞ്ഞേ. അതൊക്കെ ഇടണ്ട, കേക്കിലിടണ്ട. അമ്മ വന്നില്ലയോ? മുറുകി എടാ കോണി പാട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ എന്നാ ചൊടിയ പാടിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇല്ല പോപ്പിക്കുട്ടി ഇവിടെ എന്താ സംഭവിക്കുന്നേന്ന് വേണ്ട, അത്രയും ചെയ്താക്കണ്ട. കാണുന്നില്ലേ ഈ കത്തി ഒരു പീസ് അതിൽ നെട്. ചെറിയൊരു കുഞ്ഞൊരു കഷ്ണം എടുത്താ മതിയമ്മ. ഇതല്ലേ ഞങ്ങള് ചെറിയ കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത അച്ഛന്റെ വായിക്കള്. ഓക്കെ, നിങ്ങളുടെ എല്ലാം വായിത്തരാൻ അത്രയും വേണ്ട ഞങ്ങക്ക്. ഒരു കുഞ്ഞു പീസ്. ചെലുകോയില് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഗിഫ്റ്റ്. അമ്മയുടെ കൈ കൊടുക്കടാ. എനിക്ക് ചെറിയ പീസ് എടുക്കാവേ. അമ്മമ്മ എണ്ണിക്കുന്നില്ല. ഫ്രിഡ്ജ് വെച്ചിട്ടോ, നാളെ ആൾക്കാർ വരുമ്പോ നമുക്ക് കൊടുക്കാം. അടിച്ചിട്ട് ഉടുപ്പ് അടുത്ത കാളെ ഇതിനകത്തിടല്ലേ. തീയ വീണോ? അതേ എന്നാലും അറിയത്തില്ല. ഇത് തുറന്നു നോക്ക് ശ്രീകുട്ടി. എടി ഇവൾ എന്നോട് പറഞ്ഞു ഒരു ചുരിദാർ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കാവോന്ന്. ഇവൾ അമ്മയ്ക്ക് തരാൻ ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാവോന്ന് എന്നോട് പറഞ്ഞേന്ന്. എനിക്ക് പിന്നെ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വകമുള്ള ഗിഫ്റ്റ്. ശ്രീദേവിയെ അതല്ലടാ, ഇത് ഭയങ്കര ഒരു ഇതായി. ഞങ്ങളെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? നിന്നോട് ഒരു ചുരിദാർ എല്ലാ കടയിലും ഒരു ചുരിദാർ ഇഷ്ടമല്ല.
ഇഷ്ടമാവാൻ ഞാൻ എടുക്കാഞ്ഞത്, അത് വേറെ കാര്യം. ഓക്കെ നാളെ നമ്മൾ പറഞ്ഞതായിരുന്നു. പൊട്ടൊക്കെ ഞാൻ നോക്കിയപ്പോ ഇപ്പൊ പൊട്ടും പിന്നെ പൊട്ടും, ഒരു രക്ഷയില്ല. വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട്, വേറൊരാൾ വരുന്നുണ്ട്. ആ, എല്ലാം കഴിഞ്ഞു. ഇതിപ്പോഴും ചെയ്തത് ഇവരെ അവിടെ ഇരുന്നാണ്ട് ചെയ്തത്. നമ്മൾ ഇങ്ങനൊന്നല്ല പ്ലാൻ ചെയ്തിരുന്നത്, ഭയങ്കരമായിട്ടുള്ള അത് എടി ഇതിലും വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കറക്റ്റ് 31-ാം തീയതി ഇവിടെ ഫംഗ്ഷൻ. ഞങ്ങളുടെ ആ പ്ലാനിങ് മൊത്തത്തിൽ അലമ്പായിപ്പ്. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നാളെ കഴിഞ്ഞു. അല്ല, ഇന്ന് തന്നെ, ഇന്ന് രാത്രി 12 മണിയായി. പക്ഷെ ഞങ്ങളുടെ പ്ലാനിങ് നാളെ വേറൊരു സാധനമായിരുന്നു. അത് പറയത്തില്ല, അതെന്തായാലും തരും. ആ, ഇനി എന്തോടെ അതീ കൂടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പറയില്ല. അമ്മ പോയേ പോണോ? സിനിമയ്ക്ക് വന്നേ. ഇതിനോട് ഞാൻ അറിയാൻ നിങ്ങൾ പറഞ്ഞു പോയാ 12 മണി നാട്ടിൽ പ്രാന്തങ്ങൾ. രമചേച്ചിയുടെ ഫ്രിഡ്ജ് കൊണ്ട് വെക്കാം, ഇവിടെ വെച്ചാ പന്നലാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ പറയാം ഒക്കത്തില്ല, ഇവിടെ വെച്ചേ പറ്റും. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, വേറെ ആരുടെയും വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞേ. ഇതേ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് ഇവരെന്നോട് പറഞ്ഞായിരുന്നു, എവിടെ ഒരു പീസ് കേക്ക് കുഞ്ഞിന് കൊടുത്തു ഇതുവരെ അറിയല്ലേ? ഇല്ല, അതിന്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നു. കുഞ്ഞിന് ഒരു കഷ്ണം വായി കൊണ്ട് വെച്ച് കൊടുക്കമ്മ. എത്തോ 29 രൂപ ഉള്ളത്. ആ കാണത്തു സൈഡിൽ നിന്ന് നോക്കിയേ. അല്ല, കുഞ്ഞിന് ഒരു കുഞ്ഞു പീസ് കൊടുത്താൽ മതി. പാവം, നമ്മളെല്ലാരും കേൾക്കുന്നു, പൊന്നിരിക്കുന്നുണ്ട്. കുറച്ച് മിഠായി മേടിച്ചില്ലായിരുന്നു, നാളെ മിഠായി കൊടുക്കാൻ. ഓ, അതൊന്നും വേണ്ട. അമ്മച്ചി ജീവിതത്തിൽ ആദ്യമായിട്ടാ കേക്ക് മുറിയുന്നത്. ബർത്ത്ഡേ എന്നാ അമ്മച്ചി ഇന്ന് അറിയുന്നത്. ഇത് കണ്ടപ്പോഴേ എനിക്കൊന്നും മനസ്സിലായി. ഇന്ന് രാത്രി ഇനി വാ. ഞാൻ മനസ്സിലായിരിക്കും പിന്നെ അതല്ല ഇതേ അയ്യോ, കുഞ്ഞിക്കടത്തിന് കേക്ക് കിട്ടി. പേര് കണ്ടാലും അറിയത്തില്ല, അമ്മാന്ന് എഴുതിയിരിക്കുന്നത്. എന്നാലും അമ്മയ്ക്ക് കത്തും. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മാന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ചിന്നുവിന് കേക്ക് മുറിക്കേണ്ട കേക്കില്. അല്ലാതെ അമ്മൂന്നോ ഇമ്മൂന്നോ എല്ലാം വായിക്കും. അമ്മു എന്തായാലും വരത്തില്ലല്ലോ. ചിന്നുവിന് അങ്ങനെ അമ്മൂന്ന് വരുന്നേ ഇല്ല. ഞാൻ മനസ്സിലായിരിക്കുന്ന ഈ അനീഷും വരാതെ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ കേക്ക് മുറിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ പറയാം നാളെ കേക്ക് കൊണ്ട് ഞങ്ങൾക്ക് മുറിക്കാൻ അവിടെ പോവാനുള്ളതാണ്. ആൾക്കാർ അപ്പൊ ഞാൻ പോയി കേക്ക് കൊണ്ട് അവിടെ പോയി എങ്ങനെ മുറിക്കുന്നൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും നാളെ ഇതെല്ലാരും കാണും. എല്ലാം അതെടുത്ത് ഇത് കൊണ്ടുപോയി.